നമസ്കാരം, ഞാൻ കാവ്യ ശ്രീനിവാസ് ഒഫീഷ്യൽ, മെയ്ഡ് ഇൻ കുന്നംകുളം. മനുഷ്യന് രണ്ട് മുഖങ്ങളുണ്ട്, നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. അതുപോലെയാണ് രാത്രിയും പകലും. രാത്രി സുന്ദരിയാണ്, അതിമനോഹരിയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ രാത്രിയെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന്. പ്രണയവും രാത്രിയും തമ്മിൽ അഭേദ്യമായ ബന്ധം തന്നെയുണ്ട്. പല പ്രണയങ്ങള് പൂവിടുന്നതും കൊഴിയുന്നതും രാത്രികാലങ്ങളിലായിരിക്കും. രാത്രികാലങ്ങളിലെ പ്രണയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ചെറിയ കുശൂശുപ്പും കരകരപ്പും പശുപശുപ്പും നിറഞ്ഞതായിരിക്കും. വേറൊന്നുമല്ല, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പ്രണയം ഇല്ലാത്തവരെന്ത് ചെയ്യുമെന്ന്. കാമുകിമാരില്ലാത്ത കാമുകന്മാര് രാത്രികാലങ്ങളിൽ VPN വഴി A-ക്ലാസ് യാത്ര നടത്താറുണ്ട്. അതുപോലെ തന്നെ കാമുകന്മാരില്ലാത്ത കാമുകിമാര് മീഷോ വഴി ഷോപ്പിംഗ് നടത്തും. ഒരു ലൈൻ സെറ്റ് ആയവൻ അന്ന് രാത്രി തലവണ കെട്ടിപ്പിടിച്ച് കിടന്ന് മറിയും. നേരെ മറിച്ചത് പൊളിഞ്ഞു കഴിഞ്ഞാൽ വെള്ളടിച്ച് റോട്ടി കിടന്ന് മറിയും. ഒരു ലൈൻ പൊളിഞ്ഞ പെണ്ണിന്റെ അവസ്ഥ അതെനിക്ക് എന്റെ തലവണയ്ക്ക് മാത്രമേ, പ്രത്യേകിച്ചൊന്നുമല്ല, തലയുടെ കെട്ടിപ്പിടിച്ച് അപാര കരച്ചിലേറിയും. പിന്നെ രമേശ് ചേട്ടാ, നമ്മുടെ എപ്പിസോഡുകളിൽ ടെലികാസ്റ്റ് തുടങ്ങി യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് ആളുകളുടെ പൾസ് മനസ്സിലായി. ടോയ്ലറ്റ്, ലേബർ റൂം, ആദ്യരാത്രി ഭയങ്കര ഡിമാൻഡാ. ഒന്നില്ലേ വൈറലാവും, അല്ലേ എയറിലാവും. ഇതില് രണ്ടില് ഏത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊക്കെ നല്ല വിഷ്വൽ ഇമേജ് കിട്ടുന്ന ആദ്യരാത്രിയെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യരാത്രിന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വലിയ ആകാംക്ഷയൊന്നും വേണ്ട. സെൻസറിങ് കഴിഞ്ഞ് ബാക്കിയേ പറയാൻ പാടുള്ളൂ എന്ന് രതീഷേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആദ്യരാത്രി എന്ന് പറയണതേ നമ്മൾ ജനിച്ചിട്ടുള്ള ആദ്യരാത്രിയാണ് നമ്മുടെ ശരിക്കുള്ള ആദ്യരാത്രി. പിന്നീട് വരുന്നതൊക്കെ രണ്ടാമത്തെ രാത്രികളാണ്. എന്നാലും വേറെ കുറച്ച് ആദ്യരാത്രികളുണ്ട്. ഒരു പുക വലിച്ചവന്റെ ആദ്യത്തെ രാത്രി എന്ന് പറയണത് ഏലക്കായയും സർവ്വസുഗന്ധിയും എല്ലാം നിറഞ്ഞതായിരിക്കും. പിന്നീട് അങ്ങ് മൊത്തം ഒരു പുകമായി വരികയുള്ളൂ. ഒരു വണ്ടി വെടിച്ചവന്റെ ആദ്യത്തെ രാത്രി അന്ന് അവൻ എങ്ങനെയെങ്കിലും നേരം വെളുത്താ മതി എന്നായിരിക്കുള്ളൂ ചിന്ത. പിന്നെ വണ്ടി എടുത്ത് ഓടണ്ടേ, പിറ്റേ മാസം തുടങ്ങി എങ്ങനെയാലും CC അടയ്ക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. കഷ്ടപ്പെട്ട് ഒരു വീട് വെക്കേണ്ടവന്റെ ആദ്യത്തെ രാത്രിയുടെ സങ്കല്പം എന്തായിരിക്കും എന്നറിയോ? എങ്ങനെയെങ്കിലും ആ വീട് വെച്ചൊന്ന് അതിനകത്ത് കിടന്നുറങ്ങിയാൽ മതി എന്ന്. പക്ഷേ പിന്നെ അവന് മനസ്സിലാവുക പിന്നീടുള്ളത് മുഴുവൻ കാളരാത്രി ആയിരിക്കുള്ളൂ. ഇനി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ശരിക്കുള്ള ആദ്യരാത്രിയെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. എന്റെ ആദ്യരാത്രി തന്നെ തുടങ്ങാം. പക്ഷെ ആദ്യരാത്രിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് അതിന് തൊട്ട് മുന്നുള്ള രാത്രിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെയും എന്റെ ചങ്കത്തി കൂട്ടുകാരത്തിന്റെയും കല്യാണം ഒരൊറ്റ ദിവസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് തലേന്ന് ടെൻഷൻ അടിച്ചു. പക്ഷേ അവളുടെ 9 കാമുകന്മാരിൽ ഏതെങ്കിലും ഒരുത്തം പിറ്റേന്ന് താലികെട്ടിന് മുന്നിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നായിരുന്നു അവളുടെ ടെൻഷൻ. എന്റെ ടെൻഷൻ നേരെ മറിച്ച് ബ്യൂട്ടീഷ്യൻ ചേച്ചി വന്നിട്ട് എനിക്ക് എങ്ങനെ മുല്ലപ്പൂ വെച്ച് തരും, സാരിക്ക് എത്ര ഫ്ലീറ്റ്സ് എടുക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു. ഈ ടെൻഷനൊക്കെ ഒടുവിൽ പിന്നെ ആദ്യരാത്രി മിച്ചം വന്ന് ഇഞ്ചിക്കറി തൊട്ട് തലേന്ന് ഇല്ലെങ്കിൽ കൊഞ്ചിന്റെ തോട് തീർന്നാലും പോവില്ല എന്ന് പറഞ്ഞ് അടിച്ചു കൊഞ്ചാരിക്കണ ചേട്ടന്റെ കുറെ കൂട്ടുകാരന്മാര്. പക്ഷെ അതില് അനീഷേനും സുനീഷേനും സിബിയും വളരെ ഡീസന്റ് ആയിരുന്നു. വേറെ ഒന്നും അല്ല, അവന്മാരെ എന്റെ 9ാം മാസത്തിന്റെ നെയ്യപ്പവും കൂടെ തിന്നിട്ടാ വീട്ടിൽ നിന്ന് പോയത്. ഇനി നമുക്ക് ആദ്യരാത്രിയിലേക്ക് വരാം. ഇവന്മാരുടെ വക ഒരു പാട്ടുണ്ടായിരുന്നു. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കി മധുവിധു വാസന്തരാവിൽ. രമേശ് ചേട്ടാ, ഈ പാട്ട് സിറ്റുവേഷന് യോജിച്ചാണെന്ന് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ആദ്യരാത്രി എന്ന് പറയുമ്പോൾ ചെറിയൊരു റൊമാൻറ്റിക്കും ഇങ്ങനെയൊക്കെ വേണ്ടേ? എന്റെ ഏട്ടൻ നല്ല റൊമാൻറ്റിക് ആയിരുന്നു. ജനൽ കമ്പിയിൽ പിടിച്ചിട്ട് മാനത്തെ ചന്ദ്രനെ നോക്കി നിൽക്കുന്ന ചേട്ടനെ പ്രതീക്ഷിച്ചാണ് ഞാൻ റൂമിലേക്ക് ചെന്നത്. പക്ഷെ ആള് കട്ടിലിരിക്കുകയായിരുന്നു. പക്ഷെ പാട്ടുണ്ടായിരുന്നു. മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലൊരാൺ പൂവിനെത്താ. പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കട്ടിലിന്റെ മുകളിൽ നിന്ന് പൊട്ടി മടിയിലേക്ക് വീണ മുല്ലപ്പൂ എടുത്ത് മാറ്റാനുള്ള താല്പര്യം പോലും പുള്ളിക്കുണ്ടായിരുന്നില്ല. വേറൊന്നല്ല, ആള് ടെൻഷനിലായിരുന്നു. എന്താ തീരും തെറ്റിദ്ധരിക്കണ്ട, തടവള ഊരിയാലാണോ 2 ചെറിയ വള ഊരിയാലാണോ പാചകക്കാരനെയും പന്തലുകാരനെയും സെറ്റാക്കുക? എന്റെ ചേട്ടനല്ലേ, ആദ്യരാത്രിയല്ലേ, ഞാൻ അധികം ടെൻഷനാക്കിയില്ല. നിങ്ങൾ എന്റെ ഒന്നും ഊരൂല്ല, നിങ്ങളുടെ അമ്മയുടെ വളയോ മാല എന്താ ഊരി വെച്ചിട്ട് അവരെ സെറ്റാക്കി കിട്ടുമെന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് മഴ പെയ്ത് തവള കരഞ്ഞാലും പുള്ളി തടവളാന്നേ കേൾക്കാറുള്ളൂ. ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞു. ഈ ആദ്യരാത്രിയെ പോലെ തന്നെ ഭയങ്കര ടാസ്ക്കാണ് ആദ്യ പകലെന്ന് പറയണത്. ചാർലി ചാപ്ലിന്റെ സിനിമ കാണിച്ചാൽ പോലും ചിരിക്കില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചിരിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മായിമ്മ. 10 കൊല്ലം എടുത്ത് അവരുടെ മുഖത്തുനിന്ന് ഒരു പുഞ്ചിരിയെങ്കിലും ഞാൻ വരുത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ പതിവായി ചിരിക്കാറുണ്ട്. ഫണ്ട്സ് അപ്പോണായിട്ടേ മുടങ്ങാതെ കാണും. മാസത്തിൽ 2 തവണ ലീവ് എടുക്കും. അന്ന് എൻ്റെ ടെലികാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ആദ്യരാത്രിയെ കുറിച്ച് കൂടെ പറയാൻ വിചാരിച്ചു.
43 കൊല്ലം കഴിഞ്ഞിട്ടും ആദ്യരാത്രിയെ കുറിച്ച് പരാതി പറഞ്ഞ് തല്ലുപിടിച്ചോണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ അമ്മായച്ചൻ. എൻ്റെ അച്ഛൻ അമ്മയോട് ചോദിക്കുന്ന 3-4 ചോദ്യങ്ങളുണ്ട്. നിന്റെ കല്യാണം കഴിച്ച അന്ന് രാത്രി എനിക്ക് കിടക്കാൻ നിന്റെ വീട്ടുകാർ എനിക്ക് ഒരു കട്ടില് തന്നോ, ഒരു പായ തന്നോ, അറ്റ്ലീസ്റ്റ് ഒരു തലേണ തന്നോ? എന്നും വഴക്കാ. ഒരു ദിവസം ഞാനിതിന് എല്ലാത്തിനും കൂടെ ഒരൊറ്റ ഉത്തരാച്ചന് കൊടുത്ത്, ഇതൊന്നും തന്നില്ലെങ്കിലും നല്ല 3 മക്കളെ തന്നില്ലേ അമ്മാച്ചനി ചോദിച്ചു. അപ്പൊ ഇവിടെ അവസാനിച്ചു. നേരെ തിരിഞ്ഞ് നിന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇവിടെ വന്നപ്പോ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു? എടി പെണ്ണെ നീ കേക്കണം, സ്വന്തമായിട്ട് അടക്കാമരവും പഞ്ഞിമരം ഉള്ളതിന്റെ അഹങ്കാരം 3-4 അടക്കാത്തൂണും കുഴിച്ചിട്ട് അതിന്റെ മീതെ 4 പട്ടികയും അടിച്ച് അമ്മുമ്മയുടെ കോറസാരിയിൽ പഞ്ഞി നിറച്ചിട്ടതാണ് ഇങ്ങൂരി പറയണ പൂമെത്ത. അത് ശരിക്കും ആദ്യരാത്രി ആയിരുന്നില്ല, അന്ത്യരാത്രി ആയിരുന്നു. ഈ ആദ്യരാത്രിയും അന്ത്യരാത്രിയും തമ്മിലൊരു നല്ല കോമ്പിനേഷൻ ഉണ്ട്. വേറെ ഒന്നുമല്ല, കട്ടിലിമേൽ പൂവിട്ടിട്ട് അതിന്റെ മീത് നമ്മൾ കിടക്കുന്ന ആദ്യരാത്രി, നമ്മൾ കിടന്നിട്ട് നമ്മുടെ മേത്ത് പൂവിടുന്നത് അന്ത്യരാത്രി. ഇനിയിപ്പോ ആദ്യരാത്രി ആഘോഷിക്കാൻ പോകുന്നവരോട് എല്ലാവരോടും എനിക്ക് പ്രത്യേകിച്ച് ഒന്ന് മാത്രം പറയാനുള്ളൂ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. കാവ്യ, നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഫൺസ് പോണ ടൈം കണ്ട് ചിരിക്കുന്ന അമ്മായിയമ്മയോട് ഞങ്ങളുടെ വലിയൊരു അന്വേഷണം പറയണം. ഓക്കെ, നല്ല പെർഫോമൻസ് ആയിരുന്നു ചേട്ടാ. നിങ്ങൾ തന്നെ പറഞ്ഞു ഇവിടെ കച്ചവടമുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യരാത്രിയായിട്ട് വന്നിരിക്കുന്നത്. പറഞ്ഞ വിഷയത്തിൽ ആദ്യരാത്രി വലിയ സ്വപ്നം കണ്ടിട്ടാണ് പലരും എത്തുന്നത്. അതിൽ വിവാഹം നിശ്ചയിച്ച് അറേഞ്ച്ഡ് മാരേജ് ചെയ്തവരെക്കാൾ ഇതിലൊരു വലിയ ആഗ്രഹ സ്വപ്നമൊക്കെ ചില പ്രേമിക്കുന്നവർക്കുണ്ട്. കാരണം അവരുടെ എയിം ഇതായിരുന്നു. എന്നോ കണ്ട ആദ്യത്തെ ദിവസം പ്രേമം എന്ന് പറഞ്ഞ ആ ദിവസം തൊട്ട് ഒളിച്ചു കാണുന്നു, പാത്ത് കാണുന്നു, പേടിച്ച് കാണുന്നു എന്നൊക്കെ ഉള്ളതെല്ലാം മാറിയിട്ട് ഒരു ലക്ഷ്യമുണ്ട്. ഈ കല്യാണം കഴിക്കണവന് തുടർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നിശ്ചയിച്ചവന്, പ്രേമിക്കുന്നവന് കല്യാണമാണ് ലക്ഷ്യം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഷൈജോ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. സുഹൃത്ത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വീടിന് പ്രേമിച്ചു, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രേമിച്ചിട്ട് ആ പെണ്ണിനെ ചാടിച്ചോണ്ട് വന്നു. ആ പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടി വരലും അവളുടെ അച്ഛനും സഹോദരന്മാരും എല്ലാം കൂടെ വലിയ വിഷയമുണ്ടാക്കി. കാരണം ഇവനെ കൊണ്ടുപോയെന്നുള്ളത് അറിയാം, ചെറുതായിട്ട് ഒരു തവണ വീട്ടിൽ പിടിച്ച പ്രേമമാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഇത് വലിയ വിഷയമാകും എന്നുള്ള വലിയ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കൂട്ടുകാരുണ്ടല്ലോ, ഷൈജോയുടെ ഒരു 4-5 കൂട്ടുകാരനെയും അമ്മാവനെയൊക്കെ വീട്ടിൽ വിളിച്ചു നിർത്തി. ഷൈജോ വേറെ ഒളിവിൽ പോയൊന്നുമില്ല, നേരെ സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പം കാര്യം ഇങ്ങനെയൊക്കെയാണ് ഓടി വന്നതാണെങ്കിലും ഈ പെങ്കൊച്ചിനും വീട്ടുകാരെ വിട്ടുകൊണ്ട് വന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. എത്ര നിശ്ചയിച്ച കല്യാണമാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ പെൺപിള്ളേർ കരയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ പെങ്കൊച്ചിനും ഇത്തിരി വിഷമമുണ്ട്. ഷൈജോയ്ക്കാണ് അത്ര വിഷമമൊന്നുമില്ല, പെങ്കൊച്ചു കൂട്ടത്തിൽ വന്നതിന്റെ സന്തോഷമുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഇമോഷണൽ കണക്ഷൻ വ്യത്യാസമുണ്ട്. പെണ്ണ് ദുഃഖിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇവന് റൊമാൻറ്റിക് ആകാൻ പറ്റില്ല. ഇവൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ വലിയ കൺഫ്യൂഷൻ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് ഷൈജോയ്ക്ക് അറിയാൻ പാടില്ല. സമാധാനിപ്പിക്കണോ കെട്ടിപ്പിടിക്കണോ ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഷൈജോ ഇരിക്കുന്നു. 3-4 കൂട്ടുകാർ വീടിന് ചുറ്റും അപ്പുണ്ട്. അങ്ങനെ ഷൈജോ 10 മണി 11 മണി 12 മണി 1 മണി വരെയൊക്കെ വർത്തമാനം പറഞ്ഞ് ആ ഇമോഷണൽ പോർഷൻ കംപ്ലീറ്റ് പതുക്കെ ഡിലീറ്റ് ചെയ്ത് 4 മണിക്കൂറത്തെ അധ്വാനമാണ്. പല കാര്യങ്ങൾ പറഞ്ഞ് സ്വപ്നം കാണിച്ച് അങ്ങനെ ഒരു 1 മണിയായപ്പം ആ വീട്ടുകാരെ വിട്ടു വന്നതിന്റെ ദുഃഖമൊക്കെ പതുക്കെ പെൺകുട്ടിക്ക് മാറി. ഷൈജോ പതുക്കെ കൈയിട്ട് പിടിക്കാൻ ചെന്ന ജനലിന്റെ അപ്പുറത്തുനിന്ന് ഒരു വോയിസ് ഓവർ കൂട്ടുകാരന്മാരും അടിച്ചോണ്ടിരിക്കുക പുറത്ത്. അവളുടെ ആങ്ങളെ അങ്ങാൻ വന്നാൽ ഞാൻ ഒറ്റ വെട്ടിന് കൊല്ലും പറഞ്ഞേക്കാം. അയ്യോ ഷൈജോ ചേട്ടാ അവരോട് കൊല്ലേ പറഞ്ഞിട്ട് പിന്നെ ഷൈജോ അവനങ്ങനെ എനിക്കറിയാവുന്നവൻ, അവനങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഷൈജോയുടെ ചേട്ടൻ ആങ്ങളെ അവളുടെ അച്ഛൻ വന്നാൽ ഇവിടുന്ന് പോയല്ലോ, വെട്ടി ഞാൻ 16 കഷ്ണമായിട്ട് ചാക്കി കെട്ടി കളയുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജനലിന്റെ പുറത്തുനിന്ന് വോയിസ് ഓവർ ആങ്ങളെനെ വിട്ടു, അച്ഛനെ വിട്ടു, അങ്ങനെ വിട്ടു. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നവരെ സമാധാനിപ്പിച്ചിരുന്നു ഷൈജോ. എന്നെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇത് ഒരു സുഹൃത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സുഹൃത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. ഈ സാജു കൊടി എന്ന് പറയുന്ന ആലുവയിലുള്ള ഒരാളുണ്ട്. അയാളുടെ ജീവിതത്തിലും ഏതാണ്ട് ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ ഒരു മിമിക്രിക്കാരൻ വിവാദമായിരുന്നു. പള്ളിയിൽ ഞായറാഴ്ച പാർക്ക് ചെയ്ത കാറിന് തൊളിച്ചിരുന്നിട്ടുണ്ട്. ചേട്ടന്മാർ ഇടിക്കാൻ പിടിക്കാൻ വരുന്ന പഠിച്ചിട്ട് കാറ് മാറിയിട്ട് ധൈര്യം കാണിച്ചു. ആളെ കൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു. അതൊക്കെ അന്നേ ചെയ്തു. വിപ്ലവമായിരുന്നു അന്ന് കാലത്ത്. ഒരുപാട് പേരെ ഞെട്ടിച്ചുകൊണ്ട് പോയ ലാൽ സലാം സിനിമയൊക്കെ കണ്ട് തിളച്ചു നിൽക്കുന്ന സമയമായിരുന്നു. നല്ലതായിരുന്നു. എനിക്ക് ആദ്യരാത്രി എപ്പിസോഡ്, നമ്മൾ ഓരോ എപ്പിസോഡും ഒരു കാര്യം കൂടെ,
അന്ന് എന്നെ കയ്യിൽ ചില ബാഗിൽ ചില ഐറ്റങ്ങളൊക്കെ ഇരിപ്പുണ്ട്, മുഖം മാറ്റാനും അതിനും ഇതിനും ഒക്കെ ഉള്ളേ. ഒരു ദിവസം ആലുവ ചന്തയിൽ കൂടെ അവളുടെ ആങ്ങളമാര് തല്ലാൻ നിപ്പൊട്ടെന്ന് പറഞ്ഞിട്ട് വാജ്പേയി പോയത് കണ്ടവരുണ്ട്. വാജ്പേയി ആലുവ ചന്തയിൽ കൂടെ പോയത് കണ്ടവരുണ്ടെന്ന്. ഒരു പകുതി വാജ്പേയി, ഒരു വിഗും ഒരു സാധനവും വെച്ചിട്ട് ആങ്ങളമാര് സാജു കൊടിയൻ എന്ന് പറയുന്ന ബലിഷ്ഠനായ മനുഷ്യനെ നോക്കി നിൽക്കുമ്പം ഒരു വിഗ് വെച്ച് ഒരു അപ്പൂപ്പൻ സൈഡിൽ കൂടെ വാജ്പേയിയുടെ ചായയിൽ പോയി വീട്ടിൽ കയറിയതൊക്കെ ഈ സ്റ്റാൻഡപ്പ് കോമഡി നടത്തുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്ക് വിഷ്വൽ ചെയ്യാനും കൂടി പറ്റുന്നതാണ് ഭയങ്കര ഒരു ഫീല്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു, വിഷ്വൽ ചെയ്യാൻ പറ്റുന്നു. കണക്ട് ചെയ്യാൻ പറ്റിയെന്നല്ല, എനിക്ക് വിഷ്വൽ ചെയ്യാൻ അതൊക്കെ മോശമല്ലേ. ഒരാൾ അവിടെ നേരത്തെ വണ്ടി ഇടിച്ച് ആംബുലൻസിൽ പോയപ്പോഴൊന്നും വിഷ്വൽ ചെയ്തില്ലല്ലോ. അയാള് റോഡിൽ വണ്ടി ഇടിച്ചു, കനകൻ ചേട്ടൻ വണ്ടി ഇടിച്ചതും ഹോസ്പിറ്റൽ ഒന്നും വിഷ്വൽ ചെയ്തില്ല. അതിരാത്രി എന്ന് പറഞ്ഞപ്പോ അങ്ങ് വിഷ്വല ഒന്നുമില്ല. ഇതിപ്പോ വിഷ്വൽ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഇവിടെ. അല്ല, ഞാനിങ്ങനെ ഓരോ തവണ ആദ്യരാത്രിയിലേക്ക് വരാം ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോ ഞാനത് എന്താ വരാത്ത കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് വിഷ്വൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വിഷ്വൽ ചെയ്തിരുന്നു. നന്നായിരുന്നു, എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നല്ല അവതരണമായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് എടുക്കുന്നത് ഓക്കെ ആണോ? അങ്ങനെ ചെയ്യാല്ലേ? എൻകറേജ്മെന്റ് വേണം ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഒറ്റ റിഹേഴ്സൽ ചെയ്യുമ്പോ എന്ത് ചെയ്യും? ആ ഗ്യാപ്പിന് ആര് എൻകറേജ് ചെയ്യും? എനിക്കത് അറിയില്ല. ഒരു വിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈയടിച്ചാലേ ഞാൻ ബാക്കി പറയുള്ളൂ എന്നുള്ള പോലെ നിക്കുക. അങ്ങനെയാണ് നിൽക്കുന്നത്. അതെനിക്ക് തോന്നി. അതില്ലാതെ പോവാ, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാണെങ്കിൽ ഫ്ലോയിൽ പോണം. കുറച്ചും കൂടി രസമായിരുന്നേനെന്നും തോന്നി. പക്ഷെ എല്ലാം നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ പില്ലോ കെട്ടിപ്പിടിച്ച് കരഞ്ഞ കാര്യം പറഞ്ഞപ്പോ ഡയാന ശരിക്കും കൈയടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാം മൊത്തത്തില് അടിപൊളിയായിരുന്നു കേട്ടോ. അല്ല, ഇനി നമുക്ക് ഈ ഒരു അവസരത്തിലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ റിവ്യൂവർ പറഞ്ഞു അതിഥി അവിവാഹിതയാണ് എന്ന്. അതിഥിയുടെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഈ എപ്പിസോഡിൽ വെളിവാക്കാൻ സങ്കല്പമില്ല. അങ്ങനെയില്ല, സത്യമായിട്ടും നല്ലപോലെ സ്നേഹിച്ച മാത്രം മതി ചേട്ടാ. അതിഥി ആദ്യം വിവാഹം കഴിച്ചത് പിഷാരടിയാണോ? ഇനി വരുന്നത് സെക്കൻഡ് മാരേജ് അല്ലേ? അതെ അതെ, എന്റെ ഫസ്റ്റ് ഭർത്താവാ. സിനിമയില് ഈ പുള്ളി ഇങ്ങനെയൊക്കെ പറയും. നാളെ ഓൺലൈനിൽ വാർത്ത വരും. ഞാൻ പറഞ്ഞിരുന്നല്ലോ, റിയൽ ഹസ്ബൻഡ്. അതെ, നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാള് വേണം. നന്നായി സ്നേഹം എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നതാണ് ഇഷ്ടം. എക്സ്പ്രസ് ചെയ്യണം, ഉള്ളിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അതെ, എങ്ങനെ വേണം? അല്ല, അത് എക്സ്പ്രസ് ചെയ്യാന്ന് നമുക്ക് മനസ്സിലാവില്ല. റൊമാൻറ്റിക് ആകാം. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, സപ്പോർട്ട് ചെയ്യണം, നമ്മള് റൊമാൻറ്റിക് ആയിരിക്കണം. അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല നമുക്ക് മനസ്സിലാവും സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് എനിക്ക് ഫീൽ ചെയ്താൽ മതി, അത്ര. അല്ലാതെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഫീൽ ചെയ്യണം. അങ്ങനെ ഒരാളാണെങ്കിൽ നോക്കാം. റെഡിയാകും. ആർക്ക്? നീ ആരുടെ കാര്യം പറഞ്ഞ? എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്.